വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും. അടിയന്തര പ്രമേയ നോട്ടീസുകൾക്കെതിരായ നിലപാട്, എംഎൽഎമാർക്കെതിരായ കേസുകൾ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കും. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമാണ് ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിക്കുക. വിശദാംശങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശരത്, ഇന്നും അടിയന്തര പ്രമേയം പ്രതിപക്ഷം ഉന്നയിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഞ്ചില കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ച ഇന്നും നിയമസഭയിൽ ആവർത്തിക്കാനാണ് സാധ്യത. പ്രതിപക്ഷം അവർ നേരത്തെ ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ടും എംഎൽഎമാർക്കെതിരായ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ചോദ്യോത്തര വേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ച് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യോത്തര വേളയിൽ തന്നെ ചെയ്യുന്നത്. അത് ഇന്നും ആവർത്തിക്കാനാണ് സാധ്യത കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒരു വിട്ടുവീഴ്ചയുടെ ഒരു വിഷയത്തെ ഉദിക്കുന്നില്ല. കാരണം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം വിശദീകരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസ് അകാരണമായി തള്ളുന്ന നടപടി പിൻവലിക്കണം. അതോടൊപ്പം തന്നെ കേസുകൾ, എംഎൽഎമാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒഴിവാക്കണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ സർക്കാർ വിശദീകരിക്കുന്നത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളാണ്. അതോടൊപ്പം തന്നെ അതിൽ സ്പീക്കറുടെ അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പരാതികൾ പരിശോധിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ 2016 ശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എന്നാണ് സർക്കാരിന്റെ വാദം. അതോടൊപ്പം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പറയുന്നത് സ്പീക്കറുടെ വിവേചനാധികാരം ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദങ്ങളാണ്. പ്രതിപക്ഷം പറയുന്നത് പോലെ ഏകപക്ഷീയമായി എല്ലാ അടിയന്തര പ്രമേയ നോട്ടീസും അനുവദിക്കണമെന്ന് ഒരു സഭാ ചട്ടത്തിലും പറയുന്നില്ല. പിന്നീട് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന് മുൻകൂറായി അത്തരമൊരു ഉറപ്പ് നൽകാനാവുക എന്നും ഭരണപക്ഷം ചോദിക്കുന്നു. ഏതായാലും ഈ ഇരുവിഭാഗങ്ങളും നിലപാടിൽ ഉറച്ച് വിട്ടുവീഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയും തുറക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇന്നും സഭ സ്തംഭിക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ആഴ്ച എങ്ങനെയായിരുന്നു സഭ, അത് തന്നെയായിരുന്നു ഇന്നലെ സഭയിൽ ആവർത്തിച്ചത്. അതിന്റെ തുടർച്ച ഇന്നും ഉണ്ടാവുകയും ചെയ്യും. ശരി, വ്യക്തമാണ് ശരത്.